ഒരു ഹദീസിൽ വെള്ളിയാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, വെള്ളിയാഴ്ചയെക്കുറിച്ച് പറഞ്ഞാൽ എന്താ? ഖൈറു യൗമിൻ തലഅത് അലൈഹി ഷംസ്. ഖൈറു യൗമാണ്, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് യൗമുൽ ജുമുഅ. ഖൈറു യൗമിൻ തലഅത് അലൈഹി ഷംസ്, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ചയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് ഫീഹി ഖുലിഖ ആദം. എന്താ ഫീഹി ഖുലിഖ ആദം? ആ ദിവസത്തിലാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉദ്ഖിലൽ ജന്ന. എന്താ? ആ ദിവസത്തിലാണ് ആദമിനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. വഫീഹി ഉഖ്രിജ മിൻഹ. ആ ദിവസത്തിലാണ് ആദം സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടത്. അത് ഒരു ദിവസം തന്നെയാണ്. എന്നാണോ സ്വർഗത്തിൽ പ്രവേശിച്ച് അന്ന് തന്നെ ആദമിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. അതല്ല ഇനി വേറെ 2 ദിവസങ്ങളിലാണ് എന്ന് പറഞ്ഞവരുണ്ട്. എനിവേ, വഫീഹി തീബ അലൈഹി. എന്താ തീബ അലൈഹി? വഫീഹി തീബ അലൈഹി. വെള്ളിയാഴ്ചയാണ് ആദമിൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചത്, അല്ലെങ്കിൽ തൗബക്ക് അവസരം നൽകിയത് വെള്ളിയാഴ്ചയാണ്. വഫീഹി മാത. എന്താ വഫീഹി മാത പറഞ്ഞാൽ? വെള്ളിയാഴ്ചയാണ് ആദം മരണപ്പെട്ടത്. എന്നിട്ട് പിന്നെ വെള്ളിയാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ വലാ തഖൂമു സ്സാഅ ഇല്ലാ യൗമൽ ജുമുഅ. അന്ത്യനാൾ സംഭവിക്കൽ എന്നായിരിക്കും വെള്ളിയാഴ്ചയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആയത്ത് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു ഹദീസ്, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച, അന്ന് ആദം സൃഷ്ടിക്കപ്പെട്ടു, ആദം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു, ആദം സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടു. പിന്നീട് അള്ളാഹു ആദമിൻ്റെ തൗബ സ്വീകരിച്ചു. ആ തൗബ സ്വീകരിച്ചതിൻ്റെ ഒരു ഭാഗമാണ് ആദം സ്വർഗത്തിലേക്ക് മടക്കപ്പെടുന്നത്. വെള്ളിയാഴ്ചയാണ് ആദമിൻ്റെ മരണവും അലൈഹിസ്സലാം. സുമ്മ ഇജ്തബാഹു റബ്ബുഹു ഫതാബ അലൈഹി വഹദ. വഹദ എന്നാണ് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിന് മാർഗം കാണിച്ചു, വഴി കാണിച്ചു. ഇവിടെ ഈ ആയത്തുകളുടെ തഫ്സീർ വായിക്കുമ്പോൾ ഭയങ്കര മസാലകളാണ്. അതിൽ ഇപ്പോൾ ഒരു മസാലയാണ് ഇബ്ലീസ് എങ്ങനെയാണ് ഇപ്പോൾ സ്വർഗത്തിലേക്ക് എത്തിയത് എന്നുള്ളൊരു വിഷയം. ഇതിപ്പോൾ ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതിന് ശേഷമാണ് ഈ സംഭവം. ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ആറാഫിൽ പറഞ്ഞു ഖാല ഫഹ്ബിത് മിൻഹ, സ്വർഗത്തിൽ നിന്ന് ഇഹ്ബിത് എന്നാണ്. സൂറത്ത് ഹിജ്റിൽ പറഞ്ഞു ഫഖ്റുജ് മിൻഹ ഫഇന്നക റജീം, സ്വർഗത്തിൽ നിന്ന് പുറത്തു പോയെന്ന് പറഞ്ഞു. അള്ളാഹു ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഇബ്ലീസാണ് പിന്നെ എന്ത് ചെയ്യണത്? സ്വർഗത്തിലേക്ക് വന്നിട്ട് ഫവസ്വസ ഇലൈഹി ശൈത്താൻ, അത് വസ്വാസ് എത്തിക്കുകയാണ് ആദമിലേക്ക്. സൂറത്ത് ആറാഫിൽ ഫവസ്വസ ലഹുമ എന്നാണ്. വസ്വാസ് അവരിൽ കാരണത്താൽ ഉണ്ടാക്കിയെന്നാണ്. അതും പതിഞ്ഞ വസ്വസ എന്നാണ് പ്രയോഗിച്ചത്. വസ്വാസ നമ്മൾ പറഞ്ഞു, വസ്വസത്ത് എന്ന് പറഞ്ഞെങ്കിൽ അസൗത്തുൽ ഖഫിയാണ്, അത് ഗോപ്യമായ വ്യംഗ്യമായ ശബ്ദമാണ്. അപ്പോൾ ആദമിനോട് ഇബ്ലീസ് സംസാരിക്കുകയാണ്, സംസാരം പതുക്കെയാണ്. കേവലം മനസ്സിൻ്റെ മന്ത്രണം മാത്രമല്ല, പിന്നെയോ നേരിയ സംസാരമാണ് നടക്കുന്നത്. ആ സംസാരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഖാസമഹും, സത്യം ചെയ്ത് പറയണത്. പിന്നീലക്കും അലമിനാസിം, കേവലം മനസ്സിൽ തോന്നിക്കണ ഒരു ദുർമന്ത്രണം മാത്രമല്ല, പിന്നെയോ അവിടെ സംസാരിക്കുന്നുണ്ട്, സംവാദം നടക്കുന്നുണ്ട്, പക്ഷെ പതിഞ്ഞ ശബ്ദത്തിൽ. ഏതായാലും ഇബ്ലീസിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്, സ്വർഗത്തിലുണ്ടായിട്ടുണ്ട്. ആ സ്വർഗത്തിൽ നിന്ന് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് തഫ്സീറിൽ വിഷയം. അപ്പോൾ പല തഫ്സീറുകളിലും ഈ ഇസ്രായേലി ഇതിഹാസങ്ങളെ എടുത്തിട്ടാണ് ഉദ്ധരിക്കുന്നത്. ഇസ്രായേലി കഥകൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ സർപ്പത്തിന് ഇത് സൃഷ്ടിപ്പിൻ്റെ തുടക്കമാണ്. നമ്മൾ ഇന്നത്തെ ഒരു സങ്കല്പമല്ല അന്നത്തേത്, സൃഷ്ടിപ്പിൻ്റെ തുടക്കമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് സർപ്പം ഒരു ബുഖ്ത് മാതിരി, ബുഖ്ത് എന്ന് പറഞ്ഞെങ്കിൽ നാൽക്കാലിയായിട്ടുള്ള ഒരു ഒട്ടകം മാതിരിയുള്ള ഒരു ജീവിയാണെന്നാണ്. ഇബ്ലീസ് അന്ന് പല മൃഗങ്ങളുമുണ്ട്, മൃഗങ്ങളോടൊക്കെ ചെന്ന് സംസാരിച്ചു, സ്വർഗത്തിലേക്ക് എന്നെ ഒന്ന് കടത്തണം എന്നുള്ള വിഷയം. പക്ഷേ ആരും സമ്മതിച്ചില്ല. ഇതൊഴികെ, സർപ്പം ഒഴികെ, പാമ്പ് ഒഴികെ. പാമ്പ് അതിൻ്റെ രൂപം എങ്ങനെയായിരുന്നു? 2 കാല്, 4 കാലിയായിട്ടായിരുന്നു
പിന്നെ അതിന് നീണ്ട ബുഖ്ത് പോലെ നീണ്ട കഴുത്താണ്. അപ്പോൾ ഇബ്ലീസിനെ എന്ത് ചെയ്തു എന്നാണ്, ഈ സർപ്പം തൻ്റെ വായിൽ സ്വീകരിച്ചു. വായിൽ സ്വീകരിച്ചിട്ട് പിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അതിനാൽ സർപ്പം ശപിക്കപ്പെട്ടു. അതിൻ്റെ കാലുകൾ 4 കാലുകളും അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ അത് എടുക്കപ്പെട്ടു. അതുകൊണ്ടാണ് സർപ്പം പിന്നെ 4 കാലിയായിരുന്ന മൃഗം പിന്നെ ഉരകായി മാറിയിട്ട് വയറ്റിൽ ഇഴഞ്ഞു നീങ്ങണ ഇതിലേക്ക് മാറിയത് എന്നൊക്കെയാണ്. ഇത് ഇസ്രായേലി കഥകളാണ്. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇസ്രായേലി കഥകൾ ഇങ്ങനെ ഉണ്ട്. ഇത് നമുക്ക് വിശ്വാസയോഗ്യമല്ല. പക്ഷേ തഫ്സീറുകളിലൊക്കെ ഇങ്ങനത്തെ കഥകൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ മൃഗങ്ങളും വിസമ്മതിച്ചു. പക്ഷേ സർപ്പം അതതിൻ്റെ വായിൽ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തു, സ്വർഗത്തിലേക്ക് തള്ളി ഇബ്ലീസിനെ സ്വർഗത്തിൽ പ്രവേശിച്ചു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, പിന്നെ വസ്വാസം ഉണ്ടാക്കി. അതാണ് ഇപ്പോൾ നമ്മൾ ഈ പിന്നെ ക്രിസ്ത്യാനികൾ അതേപോലെ തന്നെ വേദക്കാരൊക്കെ ഉണ്ടാക്കുന്ന കഥകളിലൊക്കെ ഈ സർപ്പത്തിൻ്റെ കഥ വായിക്കുന്നത്. സർപ്പം അതൊക്കെ ഇസ്രായേലി കഥകളാണ്, നമുക്ക് വിശ്വാസയോഗ്യമല്ല. പക്ഷെ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇബ്ലീസ് എന്തുകൊണ്ട് സ്വർഗത്തിൽ ആയി എന്നുള്ളതാണ്, വന്നു എന്നുള്ളതാണ്, എങ്ങനെ വന്നു എന്നുള്ളതാണ് അവിടെ വിഷയം. കാരണം ആദമിനെ വസ്വാസം ഉണ്ടാക്കി ആദമിനോട് സംസാരിച്ച് ആദമിനെ തെറ്റിച്ചല്ലോ. അപ്പോൾ അതിന് ശൈത്താൻ അവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ സ്വർഗത്തിൽ നിന്ന് പിന്നെ ഇറങ്ങാൻ പറയുന്നുണ്ട്. അതിൽ ഇബ്ലീസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ആദ്യം ഇബ്ലീസ് സ്വർഗത്തിലായിരുന്നു. അന്ന് ഇബ്ലീസ് സ്വർഗത്തിലാകാൻ യോഗ്യനായിരുന്നു അന്ന് ഇബ്ലീസ്. എന്തുകൊണ്ട്? ഇബ്ലീസ് മലക്കുകളിൽ ഒരാളാണ്. മലക്കുകളിൽ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മലക്കളുടെ വർഗത്തിൽപ്പെട്ടവനാണെങ്കിലും അതല്ല ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഇബ്ലീസ് വളരെ പിന്നെ വിജ്ഞാനമുള്ള ഒരു ഉയർന്ന നിലവാരത്തിൽ മലക്കുകളുടെ മക്കാമിൽ വിരാജിക്കാൻ യോഗ്യനായ ഒരാളായിരുന്നു ഇബ്ലീസ് ആദ്യകാലത്ത്. പക്ഷേ ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കിബറും ഹസദും വന്നു. അതോടുകൂടി ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി അവനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കുകയാണ് ചെയ്തത്. പക്ഷെ സ്വർഗത്തിൽ ഇറക്കിയതിന് ശേഷം പിന്നീട് ഒരിക്കലും ഇബ്ലീസ് എന്തിന് അർഹനല്ല, സ്വർഗത്തിന് അർഹനല്ല. പിന്നെ എങ്ങനെ ഇബ്ലീസ് വന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ 2 നിലക്കാണ് ഇതിൽ തഫ്സീറുകൾ കാണുന്നത്. ഒന്ന്, ഇബ്ലീസ് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. പിന്നെയോ സ്വർഗത്തിനോട് അടുത്ത് വന്നിട്ടായിരുന്നു ആദമിനോട് സംസാരിച്ചതെന്നാണ്. സ്വർഗത്തിനോട് അടുത്ത് വന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിലുള്ള ആദമിനോട് സംസാരിച്ചു. അങ്ങനെ നടക്കുമല്ലോ. അതിര് വരെ വന്നിട്ട് പിന്നെ അതിരിനപ്പുറമുള്ള ആളോട് സംസാരിക്കുക എന്നുള്ളത് ഉണ്ടാകും. അതിലേറെ ഒന്നുകൂടി സൂക്ഷ്മമായി അതിൽ പറയപ്പെട്ട അഭിപ്രായം, ഇബ്ലീസ് രണ്ടാമത് സ്വർഗത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു തെക്രീമിൻ്റെ ഭാഗമായിട്ടല്ല, ഇബ്ലീസിനുള്ള ഒരു ആദരവിൻ്റെ ഭാഗമായിട്ടല്ല വന്നത്. പിന്നെയോ ഇതൊരു ഇബ്തിലാണ്, പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിലൂടെ ഒരു പരീക്ഷണം നടത്താൻ, പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇബ്ലീസിനോട് കൊണ്ടുവന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നത്. അതല്ലാതെ എന്തിനു വേണ്ടിയിട്ടല്ല, ഇബ്ലീസിനെ ആ സ്വർഗീയാനുഗ്രഹങ്ങൾ നേടാനുള്ള ഒരു ആദരവിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടില്ല. അതാണ് അതിൽ ശരി. അള്ളാഹു അവന് ഉദ്ദേശിച്ചത് ചെയ്യാം. അള്ളാഹു സ്വർഗീയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിരുന്ന ഇബ്ലീസിനെ അവൻ കാരണത്താൽ എന്ത് ചെയ്തു, ഇറക്കി. പിന്നെ അള്ളാഹു ആദമിൽ ഒരു പരീക്ഷണം ഉദ്ദേശിച്ചു. ആ പരീക്ഷണം നടത്താനാണ് ഇബ്ലീസിനെ വീണ്ടും എടുക്കൊണ്ടെന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ സ്വർഗീയ അനുഗ്രഹങ്ങളെ ആസ്വദിക്കാനും അവിടെ ഒരു സുഖജീവിതത്തിനും ഇബ്ലീസിനെ എടുക്കൊണ്ടിട്ടില്ല, സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. സ്വർഗം എല്ലാവരും കാക്ഷിക്കുന്നതും സ്വർഗം എല്ലാവരും പ്രതീക്ഷിക്കുന്നതും എന്തിനാണ്? സ്വർഗീയ ജീവിതം ലഭിക്കാനും അങ്ങനെ സ്വർഗം കൊണ്ട് ആദരിക്കപ്പെടാനുമാണ്. ആ ഒരു ആദരവ് ഇബ്ലീസിന് ഉണ്ടായിട്ടില്ല ഈ സ്വർഗപ്രവേശനത്തിൽ. പിന്നെ ഇവിടെ അള്ളാഹു ആദമിനെ പരീക്ഷിക്കാനുള്ള ഒരു മാർഗം മാത്രമാക്കിയിട്ടാണ് ഇബ്ലീസിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് അതിൽ ശരി. അത് പാമ്പിൻ്റെ തൊള്ളയിൽ വന്നു, അല്ലെങ്കിൽ അതിനാൽ പാമ്പുകൾ ശപിക്കപ്പെട്ടു തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ അതിൽ തഫ്സീറുകളിൽ വായിക്കാം. അത് എന്ന് മാത്രമല്ല, ചില തഫ്സീറുകളിൽ പാമ്പുകൾ കൊല്ലപ്പെടുന്ന മസാല പറയുന്നത് ഇവിടെയാണ്. പാമ്പുകൾ ശപിക്കപ്പെട്ടു, കാരണം പാമ്പ് ഇങ്ങനെ ചെയ്തത് കാരണത്താൽ, ഇബ്ലീസിനെ സ്വർഗത്തിലേക്ക് ആദമിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചത് കാരണത്താൽ. ആ ശപിക്കലിൻ്റെ ഭാഗമാണ് 4 കാലിൽ നടക്കാൻ അവസരം ഉണ്ടായിരുന്നത്. അത് വയറ്റിൽ ഇഴയാൻ, ഉരകമായിട്ട് ജീവിക്കാൻ അതിനെ മാറ്റി എന്നുള്ളത്. പിന്നെ ഇവിടെ കണ്ടാലും പാമ്പിനെ കൊല്ലാൻ,
പാമ്പ് അന്ന് മുതൽ മനുഷ്യൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് പാമ്പിനെ കൊല്ലാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഏത് തരം പാമ്പുകൾ കൊല്ലപ്പെടണം, കൊല്ലാൻ അനുവാദമുള്ള പാമ്പുകൾ ഏത്, കൊല്ലാൻ അനുവാദമില്ലാത്ത പാമ്പുകൾ ഏത്, വീടുകളിൽ കണ്ടാൽ കൊല്ലാൻ പറഞ്ഞ പാമ്പുകൾ ഏത്, കൊല്ലപ്പെടാൻ പാടില്ലാത്ത പാമ്പുകൾ ഏത് തുടങ്ങിയിട്ട് കുറേ മസ്അലകൾ തഫ്സീറുകളിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും. അതൊക്കെ പാമ്പാണ് ഇബ്ലീസിനെ എവിടെ കൊണ്ടുവന്നത്, സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള ആ ഒരു ഇസ്രായേലി ഇതിഹാസത്തെ കഥയെ കൊടുത്തതിന് ശേഷമാണ് അത് തഫ്സീറുകളിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു സഹിഹായ ഹദീസും വന്നിട്ടില്ല. പാമ്പുകൾ കൊല്ലാൻ പറഞ്ഞ ഹദീസുകളുണ്ട്. പാമ്പുകൾ കൊല്ലപ്പെടണമെന്ന് പറയുന്ന ഹദീസുകളുണ്ട്. ഹദീസ് ബനി ഇസ്രായേലിനെ കുറിച്ച് നമുക്ക് പറയാം, ലാ ഹറജ്, അതിന് കുഴപ്പമില്ല. പക്ഷേ അത് എന്താ വരുന്നത്, നമ്മളുടെ വ്യക്തമായ തെളിവുകൾക്ക് എതിരാകാൻ പാടുള്ളതല്ല. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പാമ്പിൻ്റെയൊക്കെ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് തുടർന്ന് കുറേ വിഷയങ്ങൾ ഇതേപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വിഷയങ്ങൾ പറയുമ്പോഴാണ്, മാത്രമല്ല ഈ കഥ പറഞ്ഞിട്ട് പിന്നെ ഈ ജൂത ക്രൈസ്തവർ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. ആ റിപ്പോർട്ട് മാത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ തിരക്കില്ല. പക്ഷേ അതിനെ തുടർന്നിട്ടുള്ള ഈ മസാലകൾ മുഴുവൻ പറയുമ്പോൾ ഉള്ള പ്രശ്നമാണ്.